ചന്ദ്രമൗലിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഏതാ ഫ്ലേവറിന് ഞാൻ പറഞ്ഞുതരാം കേക്ക് കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത് ദേവുട്ടൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ. ആള് ഗിഫ്റ്റിൻ്റെ മെയിൻ ആളാണ്. നമ്മൾ വെറുതെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ സ്പെഷ്യൽ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് തരുന്ന ആളാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് അത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞേക്കണത്. എന്നിട്ട് അതവിടെ സൈഡിൽ വെച്ചേക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബുക്സ് മേടിക്കാനുണ്ട് കുട്ടികളുടെ. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കായില്ലേ കഴിഞ്ഞു. അപ്പോൾ പിറന്നാൾ കഴിയുന്നതോട് കൂടിയിട്ട് സ്കൂളും തുറക്കായി. അപ്പോൾ എല്ലാം കൂടി ഒരു ദിവസമായപ്പോൾ അതൊരു വ്ളോഗാക്കിയിട്ടു. നമ്മൾ മെഴുകുതിരിയൊക്കെ വെച്ചു. പക്ഷേ വീഡിയോയിൽ ആ മെഴുകുതിരി എടുക്കുന്നതൊന്നും പെട്ടില്ല കേട്ടോ. അതിൻ്റെ പ്ലേ ബട്ടൺ ഓൺ ആയിരുന്നില്ല. അപ്പോൾ ഇത് കേക്കെല്ലാം കട്ട് ചെയ്തു. ഇപ്പോൾ ഈ കേക്കിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ഓറഞ്ച് കേക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്കാണ്. നല്ല ചോക്ലേറ്റി ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഓറഞ്ചൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വായലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ 4 സൈഡിലും ഈ കാണുന്നത് ഞാൻ വിചാരിച്ചു അത് മാറ്റിയിട്ടാണ് കട്ട് ചെയ്യണതെന്ന്. പക്ഷേ അത് ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റിൻ്റെ പീസസ് ആണ് ആയിരിക്കുന്നത്. നമുക്ക് ദേവുട്ടൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കാണാം. ഇത് ദേവുട്ടൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ. ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സെല്ലോ ടൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് അത് ഉണ്ടാക്കിയേക്കണത്. അതിൻ്റെ ഉള്ളിൽ ഉള്ളത് എടുത്ത് നോക്കിയപ്പോൾ അത് കടലാസ് കഷ്ണങ്ങളായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ആൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കേക്കെല്ലാം ഫുള്ള് കാലിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് തോംസൺ കാസയിലേക്കാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. തൃശ്ശൂർ ഇക്കണ്ടവാര്യ റോഡിലാണ് തോംസൺ കാസ ഉള്ളത്. ഈ തോംസൺ കാസയുടെ ബിൽഡിംഗ് നമുക്ക് ശരിക്കും കാണില്ല കേട്ടോ. കാരണം നിറച്ച് ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാണ്. നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല പച്ചപ്പാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നിറച്ച് എന്താ പറയുക, നല്ല തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ കുട്ടികൾ മീനൊക്കെ നോക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. മുന്നിൽ തന്നെ സൈഡിലേക്ക് അടിയിലേക്കായിട്ട് സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഒരു കാഫറ്റേരിയയാണ്. അത് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ പേരും സീറ്റും കൊടുക്കണം. സീറ്റ് എത്ര എണ്ണം വേണമെന്നും നമ്മുടെ പേരും വന്ന ഉടനെ തന്നെ അവിടെ ഒരാളെ എഴുതാൻ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഒഴിവാകുന്നതിനനുസരിച്ചിട്ട് ഓർഡർ അനുസരിച്ച് വിളിക്കും. അങ്ങനെ നമ്മളെ വിളിച്ചു. നമ്മളിത് ഉള്ളിൽ കയറി. അങ്ങനെ മെനു എടുത്തിട്ട് ആദ്യയുടെ കയ്യിലേക്കാണ് കൊടുത്തു. സ്പെഷ്യൽ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഡെക്കറേഷനൊക്കെ. പിന്നെ അവിടെ തന്നെ ചുമരിൽ ഒരു TV വലുതായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ കാണിക്കുന്നുണ്ട് ഇവരുടെ ഫാമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഐറ്റംസ് കൊണ്ടാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കണത്. അങ്ങനെ ഇവിടെ നമ്മൾ മാംഗോ ജ്യൂസൊക്കെ കഴിച്ചിരുന്നു ലാസ്റ്റ്. അത് അടിപൊളി ചെയ്തിട്ട് അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം എത്തിയിട്ടാണ്. നമ്മുടെ സ്റ്റാർട്ടർ എത്തി. ചിക്കൻ ക്രോക്കറ്റ്സ് ആണ് ഇരിക്കണത്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സൂപ്പറായിട്ടാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അതിൻ്റെ മുകളിലുള്ളത് മയണൈസാണ്. പിന്നെ നമ്മൾ ചിക്കൻ ലോലിപോപ്പും സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ ക്രോക്കറ്റ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ചിക്കനാണ്. ചിക്കനും പിന്നെ മല്ലിയിലയും ഒക്കെ ഇട്ട് നല്ലൊരു ഷവർമയൊക്കെ കടിക്കുന്ന ഒരു ടേസ്റ്റാണ്. അതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് വരിക. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് നമ്മൾ ഗ്രിൽ ഐറ്റംസൊക്കെ മേടിക്കാൻ വിചാരിച്ചു. പക്ഷേ ഒരുവിധം ഹോട്ടലുകളിലൊക്കെ അതൊക്കെ വൈകുന്നേരങ്ങളിലാണ് ഉണ്ടാവുക. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ആൾ ഒരു സ്മോക്കി ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്മോക്കി ചിക്കൻ എത്തിയിട്ടുണ്ട്. ഇത് തുറന്ന് നല്ല പുകയൊക്കെ ആക്കിയിട്ട് അവരിങ്ങനെ കൊണ്ടുവരും. നമ്മളൊരു അൽഫഹാം ചിക്കൻ ഗ്രില്ലൊന്നും ഇല്ലാതെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് സ്മോക്കായിട്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ, നല്ല അടിപൊളിയാണ് ഇതേപോലെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അവർ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊട്ടറ്റോ ഒക്കെ വെച്ചിട്ട് ഫ്രൈംസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇനി തൊട്ടാൽ പോരും അതുപോലെ നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 6 മണിക്കൂറൊക്കെ ഇവർ തൈരിലൊക്കെ അങ്ങനെ ഇട്ട് വെച്ചിട്ടാണ് ഇതിനെ സോഫ്റ്റൻ ചെയ്തിട്ടാണ് ചിക്കൻ അങ്ങനെ ഉണ്ടാക്കിയേക്കണമെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സൊക്കെ ഉണ്ട്, മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ 2 സോസ് ഉണ്ട്. അതിൽ മുക്കിയിട്ട് കഴിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു സ്വീറ്റ് സോസും പിന്നെ അതിൻ്റെ സ്റ്റോക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സോസുമാണ് ആയിരിക്കണം 2 എണ്ണം. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കേസ ദം ബിരിയാണി 2 എണ്ണം ഓർഡർ ചെയ്തു. പിന്നെ ഒരു പനീർ ബട്ടർ മസാല ഓർഡർ ചെയ്തു. നാൻ കൂട്ടി വയ്ക്കണം, ബട്ടർ നാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ നമ്മുടെ സ്മോക്കി ചിക്കൻ കണ്ട തൊടുമ്പഴിക്കും ഇങ്ങോട്ട് പോരും. ഇത് നല്ല ഐറ്റം തന്നെയായിരുന്നു. പക്ഷേ ആ കാണുന്ന മസാലയുടെ അത്രയും
എരിവൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ സ്മോക്കിയും അൽഫാമൊന്നും കൂടാതെ തന്നെ KFC ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ എരിവ് അധികം ഒന്ന് കുട്ടികളെ കണ്ടപ്പോൾ എരിവ് അധികം ഇല്ലാത്ത ഐറ്റമാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിച്ചു. ഫുഡെല്ലാം ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതേ കണ്ട, ഇതാണ് ആ ഒരു റെഡ് സ്റ്റോക്ക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സോസ്, ആ റെഡ് കളറ്. ഇത് സ്വീറ്റ് സോസ്. അപ്പോൾ ഇതിൽ മുക്കിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു ഇത്തിരി കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പനീർ ബട്ടർ മസാല അത്രയും അങ്ങോട്ട് ടേസ്റ്റായിട്ട് തോന്നിയില്ല. പിന്നെ അവരുടെ മാംഗോ ജ്യൂസ് പറഞ്ഞു. മാംഗോ ഇത് മാങ്ങ അവരുടെ തന്നെ ഫാമിലുണ്ടായതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാൻ വിചാരിച്ച് മേടിച്ചു. നല്ല അടിപൊളി മാംഗോ ജ്യൂസ്, നല്ല പഴുപ്പൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും വയറൊരു വിധം നിറഞ്ഞു. ബാക്കി ഉണ്ടായിരുന്നു, അത് നമ്മൾ പാഴ്സലാക്കാൻ പറഞ്ഞ്. ബാക്കി ജ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ കൈ പിടിച്ചു. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇത് സ്റ്റേഴ്സ് ഇറങ്ങി കഴിഞ്ഞൊരു കഫറ്റേരിയ എന്താ അവിടെ അത്യാവശ്യം സ്നാക്സും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവരുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതാണ് സ്ഥലം. അതിൻ്റെ അടിയിൽ തന്നെ കാണാം. നമുക്ക് ഷവർമയോ ജ്യൂസ് ഐസ്ക്രീമോ അതൊക്കെ കഴിക്കാൻ, അങ്ങനെയുള്ളവർക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഇവിടുത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞു. ഇനി ഐസ്ക്രീം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തീരെ വയറുണ്ടായിരുന്നില്ല ആർക്കും. എല്ലാവരുടെയും കുഞ്ഞി വയറുകളായ കാരണം വേഗം നിറഞ്ഞു. അങ്ങനെ നമുക്ക് ഇനി എന്തായാലും ബുക്സ് മേടിക്കണം. ഇവിടെ കണ്ടവാര്യ റോട്ടിൽ തന്നെയുള്ള ചാൻസിയുടെ ബുക്ക് സ്റ്റോളിൽ നിന്നാണ് കേട്ടോ 2 പേരുടെയും ബുക്ക്, ചാന്ദിനിയുടെയും ചന്ദ്രമനുടെയും ബുക്ക് കിട്ടുക. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ബുക്ക് സ്റ്റോളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തി അങ്ങനെ നമ്മൾ ബുക്കൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാന്ദിനിയുടെ ഫ്രണ്ട് ശ്രുതിയുടെ അമ്മേനെയും പെട്ടെന്ന് ആകസ്മികമായി കണ്ടുമുട്ടി. അപ്പോൾ അങ്ങനെ സന്തോഷമായി. അവരെയും കൂടി ഒന്ന് വീഡിയോ എടുത്തു, നമ്മുടെ വ്ളോഗിൽ പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ശ്രുതിയുടെ അമ്മ നമുക്ക് വീഡിയോ ഒക്കെ അവർ ഉണ്ടാക്കിയിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തരാനുള്ള നല്ലൊരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്ക്രൈബറാണ് കേട്ടോ നമ്മുടെ. അതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ നിന്നൊരു ഇറേസർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ഇറേസർ ആട്ടോ. ഇത് നമുക്ക് എന്താ വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ആക്കി മാച്ചതിന് ശേഷം അത് ഉള്ളിലേക്ക് തന്നെ ആക്കി വെക്കാം. ചെളി പിടിക്കില്ല എന്ന് വിചാരിക്കുന്നു, അറിയില്ല. ഇവരുടെ കയ്യിലൊക്കെ കിട്ടണേ, എന്ത് കവറുണ്ടെങ്കിലും അതൊക്കെ വലിച്ചൂരി കളയും. അങ്ങനെയുള്ള ചാൻസിൽ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് കുറേ ഐറ്റംസ് മേടിക്കാണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇവർക്ക് സ്കെയിലും അങ്ങനത്തെ ഒക്കെ വേണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ മേടിച്ചില്ല. എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ പോകണമല്ലോ, അവിടെ നിന്ന് മേടിക്കാമെന്നും പറഞ്ഞ് അവിടെ തിരക്കായി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ മേടിച്ച്, പിന്നെ അതുപോലെ കുറേ ഐറ്റംസ് മേടിക്കാണ്ടായിരുന്നു. പിന്നെ സ്കെയില് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ചോക്ലേറ്റും മേടിച്ചു. എന്തായാലും പിറന്നാളല്ലേ, അത് കാരണം ചോക്ലേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോക്ലേറ്റൊക്കെ ഇവിടെ തന്നെ മേടിച്ച് അങ്ങനെ പിന്നെ സെറ്റായി. അപ്പോൾ ഇനി സ്കൂൾ ഡേയ്സായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് കഴിച്ച കേക്കിൻ്റെ ഒരു സ്ഥലം, അത് മേടിച്ച ആ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നൊരു വ്ളോഗ് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ വ്ളോഗുമായിട്ട് കാണാം. അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.